കൂട്ടുകാരെ, നമുക്കിന്ന് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഐസ്ക്രീം വീട്ടിലുള്ള സാധനം കൊണ്ട് ഉണ്ടാക്കാം. അതിൽ ഒരു കെമിക്കൽ ഒന്നും ഇല്ലാതെ നല്ല സിമ്പിളായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. ആദ്യം നമുക്ക് ക്രീം ഉണ്ടാക്കാം. ഞാൻ അരിപ്പൊടിയും പാലിലുമാണ് ക്രീം ഉണ്ടാക്കുന്നത്. അരിപ്പൊടി പറഞ്ഞാൽ ഈ പത്രികയൊക്കെ നമ്മൾ എടുക്കുമല്ലോ, ആ അരിപ്പൊടിയാണ്. ഞാൻ 1/4 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, 2 കപ്പ് പാലും എടുത്തിട്ടുണ്ട്. അതിനി നമുക്ക് റെഡിയാക്കി എടുക്കാം. നമുക്കിനി ഈ അരിപ്പൊടി നമ്മൾ പാലിൽ ഒഴിക്കുമ്പോൾ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പാലൊഴിച്ചതൊന്ന് നന്നായിട്ട് നമുക്ക് കലക്കി വെക്കാം ആദ്യം. അപ്പം നമുക്ക് പാല് മറ്റേത് ഒഴിക്കുമ്പോൾ പാത്രത്തിലൊഴിച്ച് പാലൊഴിക്കുമ്പോൾ കട്ട പിടിക്കില്ല. അതിനാണ് ഇങ്ങനെ ഇച്ചിരി പാലൊഴിച്ചതിൽ കലക്കി വെക്കുന്നത്, ആ കട്ട ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ നന്നായിട്ട് കലക്കി വെച്ചാൽ മതി കേട്ടോ, കട്ടയൊന്നുമില്ലാതെ. ഇനി നമുക്ക് പാലും പഞ്ചസാരയും അരിപ്പൊടി ഇട്ടിട്ടൊന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കൊരു 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഇതിൽ രണ്ട് കപ്പ് പാലൊഴിച്ച് കൊടുത്ത് നമുക്ക് ഒരു 5 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ഞാനിതിൽ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കലക്കി വെച്ച അരിപ്പൊടി ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കും, ഞാൻ ഒഴിക്കാം. കപ്പ് പൊടിയേ ഉള്ളു, അപ്പോൾ കളയാൻ പാടില്ല. അരിപ്പൊടി ഞാനേ ഒന്ന് തരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്താ വെച്ചാൽ എന്തെങ്കിലും തരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ പടണ്ടാച്ചിട്ട്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് കൈ വിടാതെ വേണം ഇളക്കാൻ, അല്ലെങ്കിൽ അരിപ്പൊടി ഉള്ളിൽ പറ്റിപ്പിടിക്കുള്ളൂ. അതിനാണ് കൈ വിടാതെ ഇളക്കണം പറയുന്നത്. ഇനി ഇതൊന്ന് നല്ല ചൂടായി കുറുകി വരട്ട്, തിളയ്ക്കണ വരെ നല്ല തീ വെക്കാം. പിന്നെ ചെറിയ തീയിൽ വേണം വെക്കണം കേട്ടോ. ഇതിപ്പോൾ ഇതാ കട്ടിയായി വരുന്നുണ്ട്. ഒരു ലേശം കൂടി കട്ടിയായിക്കോട്ടെ. ചെറിയ തീയിൽ വേണം വെക്കാനിട്ടോ, അല്ലെങ്കിൽ മാവ് അരിപ്പൊടിയാണ്, അരിപ്പൊടി അടി പിടിക്കുള്ളൂ. ഇനി ഇതിപ്പോൾ ആവശ്യത്തിനുള്ള കട്ടിയായിട്ടുണ്ട്. നമുക്കിനി ഇറക്കി വെക്കാം. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. ഞാനിതാ ഈ പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഇതൊക്കെ പാടെ ഒഴിച്ചു വെക്കാം. പാത്രത്തിൽ ഒഴിക്കുമ്പോൾ ചൂടോടെ ഒഴിച്ചാൽ മതി, തണുക്കാൻ നിൽക്കണ്ട. ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ തണുത്തിട്ട് വേണം വെക്കാൻ. ഇതിൽ നമുക്ക് ഇടയിൽ ഏറ് വല്ലതും കയറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് നമുക്കിങ്ങനെ തട്ടിക്കൊടുക്കാം. ഏറ് പോകാൻ വേണ്ടിയിട്ട് ഏറ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണേ, അല്ലെങ്കിൽ കട്ട പിടിച്ചു പോവുള്ളൂ, അരിപ്പൊടിയല്ലേ. അതുകൊണ്ട് ഇതിപ്പോൾ ചെറുതായിട്ട് ചൂടാറിയിട്ട് നമുക്ക് ഈ പേപ്പർ കൊണ്ടൊന്ന് മൂടി കൊടുക്കാം. ഇത് ഈ പേപ്പർ തന്നെ വേണമെന്നൊന്നുമില്ല, പാകത്തിനുള്ള മൂടി ആയാലും മതി. ഇതെന്തിനാ ഇങ്ങനെ മൂടണമെന്ന് വെച്ചാൽ ഇതിൽ വെള്ളമോ ഐസോ ഒന്നും വീഴാതിരിക്കാനാണ്. നമ്മളിത് വെക്കുന്നത് ഫ്രീസറിലാണ് വെക്കുന്നത്, അപ്പോൾ വെള്ളം ഒന്നും ചാടാതിരിക്കാനാണ് ഇങ്ങനെ മൂടണത്. ഇതൊന്ന് ചൂടാറിയിട്ടുണ്ട്. നമുക്കിനി ഫ്രീസറിൽ 2 മണിക്കൂർ വെച്ചിട്ട് എടുക്കാം. ഈ നമ്മുടെ സാധനം ഇപ്പം ഫ്രീസറിൽ വെച്ചിട്ട് 2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇപ്പം ചെറുതായിട്ടൊരു കട്ടിയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമുക്കിത് ഇനി ഒരു ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ. നമുക്കിതിൽ 1 ടീസ്പൂണ് ഈ വാനില എസൻസ് കൂടി ഒഴിക്കാം. ഇത് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി, നിർബന്ധമൊന്നുമില്ല. ഒരു ടേസ്റ്റും മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഒഴിച്ചത്. ഞാനിപ്പോൾ ഇതിൽ വാനില എസൻസ് ആണ് ഒഴിച്ചത്. ഇനി അത് വേണ്ടെന്നുള്ളവർക്ക് ഏലക്ക 2 ചെറുതായിട്ട്
നല്ലപോലെ പൊടിയായിട്ട് പൊടിച്ചിട്ട് നമ്മൾ ഈ അരിപ്പൊടി കുറുക്കുണ്ടാക്കിയല്ലോ, ആ കുറുക്കുണ്ടാക്കിയതിൻ്റെ കൂടെ ഇട്ടിട്ട് ഇളക്കിയാൽ മതി. അപ്പോൾ ഒരു നല്ലൊരു മണം കിട്ടും. ഇത് നമുക്കിനി മിക്സിയിൽ കൊണ്ടുപോയിട്ട് നന്നായിട്ട് അടിച്ച് കൊണ്ടുവരാം. 2-3 മിനിറ്റ് അടിക്കുക. ഇതിപ്പോൾ നമ്മൾ മിക്സിയിൽ വെച്ച് 3 മിനിറ്റ് ശരിക്ക് അടിച്ച് ക്രീമാക്കിയിട്ടുണ്ട്. അടിക്കുന്നതിന് മുന്നേ ഒരു കുറുക്ക് പോലെയാണ് ഉണ്ടായിരുന്നത്. ആ കുറുക്ക് ഇപ്പോൾ നമ്മൾ അടിച്ച് ക്രീമാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്ക് ആ പാത്രത്തിൽ തന്നെ നമുക്ക് ഒഴിച്ച് വെക്കാം. കണ്ടില്ലേ? ക്രീം പോലെ ആയിട്ടുണ്ട്. ശരിക്ക് ക്രീമാ, ഒരു കട്ടിയോ ഒന്നുമില്ല, തരിയോ ഒന്നുമില്ല. നമുക്കിനി ഈ പേപ്പർ കൊണ്ട് തന്നെ പൊതിഞ്ഞിട്ട് ഒരു 8 മണിക്കൂർ നമുക്ക് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ഐസായി വരും, ഐസ്ക്രീമായി വരും. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് വൈകുന്നേരത്താണ്. ഞാൻ ഇനി എടുക്കുന്നത് നാളെ രാവിലെ എടുക്കുള്ളൂ. അതുവരെ അതിരുന്ന് നല്ല കട്ടയായി വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതേപോലെ നിങ്ങളും ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ ഐസ്ക്രീം 8 മണിക്കൂർക്ക് 16 മണിക്കൂറാണ് ഫ്രിഡ്ജിലിരുന്നത്. അത് എന്തുകൊണ്ട് വെച്ചാൽ ഞങ്ങളുടെ ഫ്രീസറിന് എന്താ ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 8 മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞങ്ങൾ അടുത്ത വീട്ടിലെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടാണ് ഇപ്പോൾ ഐസ്ക്രീമാക്കി എടുത്തിട്ടുണ്ട്. അതിന് തുറന്ന് നോക്കാം. അയ്യവാ, നമ്മുടെ ഐസ്ക്രീം ഇപ്പോൾ നല്ല അടിപൊളി ഐസ്ക്രീമായി. കണ്ടില്ലേ? ഇതാ കണ്ട, നമ്മളെ കയ്യിലേ ഇത് എടുക്കണ സാധനമൊന്നുമില്ല, അതുകൊണ്ടാണ് ഇത് കൊണ്ടെടുക്കണത്. നമ്മുടെ ഐസ്ക്രീം കണ്ടില്ലേ? നല്ല റെഡി ആയിട്ട് നല്ല സൂപ്പറായിരിക്കുന്നുണ്ട്. നമുക്കിനി ഒന്ന് കഴിച്ചു നോക്കാം. നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാവരും ഉണ്ടാക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ഐസ്ക്രീം സൂപ്പറായിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇത്. എല്ലാവരും ഉണ്ടാക്കണം. ഇത് കുട്ടികൾക്കും വലിയൊരു ഒപ്പം ഒന്നുപോലെ കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.